പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എൻ്റെ ചേതക്കിൻ്റെ 15,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 3501 മോഡലാണ്. അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു 15,000 കിലോമീറ്റർ ഓടിയ ചേതക്കിൻ്റെ സർവീസ് വിശേഷം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും 15,225 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതാണ് എനിക്ക് മൊത്തം ചേതക്കിന്ന് കിട്ടിയ ഒരു ടാക്സ് ഇൻവോയ്സ് ആണ്. മൊത്തം സ്പെയർ പാർട്സിനും അവരുടെ സർവീസ് മാൻ പവർ അടക്കമുള്ള കോസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ആകെ മൊത്തം വന്നിട്ടുള്ളത് 1,400 രൂപയാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടായിരുന്നു, ഏകദേശം അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 572 രൂപയോളം അതിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യുന്ന ലേബർ കോസ്റ്റ് അവർ ഈടാക്കുന്നുണ്ട്. അതിന് ലേബർ കോസ്റ്റും കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ വീലിൻ്റെ ഒരു ക്യാപ്പ് അത് മാറിയിട്ടുണ്ട്, അതിന് 46 രൂപ, അതും കൂട്ടിയിട്ടാണ് 572 രൂപയായത്. പിന്നെ അവരുടെ യൂഷ്വലായിട്ടുള്ള സർവീസ് ഒരു 5,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്യാറുണ്ട്. അതിനായിട്ടുള്ളത് ഏകദേശം 828 രൂപയാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 678 രൂപ ആണ് അതിൻ്റെ സർവീസിനായിട്ടുള്ളത്. പിന്നെ ലേബർ ചാർജായിട്ട് 150 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ ടോട്ടലാണ് 828. രണ്ടും കൂടി എനിക്ക് 1,400 രൂപയായി. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതുവരെയുള്ള 15,000 കിലോമീറ്ററിനുള്ളിലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ നമുക്ക് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. 5,000 കിലോമീറ്റർ വരെ വാഹനം ഓടിയതിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഓരോന്നായിട്ട് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് ഞാൻ ഇതിനു മുമ്പൊരു 12,000 10,000 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആകുമ്പോഴേക്കും ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവരും കണ്ടിട്ടുണ്ടാകും. അതിനുശേഷം എനിക്ക് വലിയ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. 12,000-ന് ശേഷം ഞാൻ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി. അതിൻ്റെ ഒരു ബാറ്ററി, ഒരു ഓക്സിലറി ബാറ്ററി, മെയിൻ ബാറ്ററിക്ക് ഒരു ഇഷ്യൂ ഇല്ല, നല്ല രീതിയിൽ അത് ഇപ്പോഴും പറഞ്ഞ റേഞ്ച് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓക്സിലറി ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കമ്പനി തന്നെ ചെയ്തിട്ടുമുണ്ട്, അത് പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം നല്ല രീതിയിൽ എനിക്ക് 15,000 കിലോമീറ്റർ വരെ ഞാൻ നല്ല രീതിയിൽ കൊണ്ടു നടന്നു. ഒരു ഇഷ്യൂവും ഇതുവരെ വന്നിട്ടില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുക, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, കുറേ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടു, ഇപ്പം പറയുന്ന ഒരു കംപ്ലൈന്റും ഇല്ല. അതായത് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പറയേണ്ടത്. നല്ല കാര്യമാണെങ്കിൽ നമ്മൾ നല്ലത് തന്നെ പറയും. നമുക്ക് നല്ല സർവീസും വണ്ടി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ലത് തന്നെ പറയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരു മോശം കാര്യത്തിന് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇതുവരെ 15,000 കിലോമീറ്ററിനുള്ളിൽ 2 പ്രാവശ്യം എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് അപ്പം തന്നെ അവർ തീർത്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നല്ല രീതിയിൽ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഏറ്റവും എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യം എത്രയാണോ കിട്ടുന്നത് ആ റേഞ്ച് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 15,000 കിലോമീറ്ററിനുള്ളിൽ ബാറ്ററിക്ക് യാതൊരു ഇഷ്യൂ വന്നതായിട്ട് ഇതുവരെ എനിക്കില്ല. പറഞ്ഞ റേഞ്ച് തന്നെ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ അധികം കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി ഈ വാഹനത്തിൻ്റെ. പിന്നെ സർവീസ് ഓരോ 5,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വാഹനത്തിന് സർവീസ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു 14,900 ആ റേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ വരും, സർവീസ് ഡ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് സർവീസ് ടൈമായി എന്നുള്ളത്. അപ്പോൾ സർവീസ് കൊണ്ടുപോയി അവർ കൃത്യമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ ഒരു 10 മണി സമയത്ത് കൊണ്ടുവച്ചിട്ട് ഒരു 12:15 ആകുമ്പോഴേക്കും എനിക്ക് സർവീസ് അവർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജ് അടക്കം ഫോണിൽ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ബജാജ് വളരെ, എനിക്ക് തോന്നുന്നു ഞാൻ ബജാജിൻ്റെ ഷോറൂമിലല്ല വെച്ചത്, ചേതക്കിൻ്റെ തന്നെ സർവീസ് സെൻ്ററിലാണ് വെച്ചത്. നമുക്ക് അത് മറ്റേ കണ്ണൂർ തോട്ടടയിലാണ് വരുന്നത്. നമ്മുടെ നെക്സോൺ EV ഒക്കെ സർവീസ് ചെയ്യുന്ന തൊട്ട് മുകളിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ചെയ്തു തരുന്നത്. ബജാജിൽ മറ്റ് പെട്രോൾ വാഹനങ്ങളും ഒത്തിരി ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ചേതക്കിൻ്റെ തന്നെ സർവീസ് സെൻ്റർ കൊടുത്തപ്പോൾ എനിക്ക് വെറും 2 hours കൊണ്ട് അവർ സർവീസ് ചെയ്ത് എന്നെ അറിയിക്കുകയും ചെയ്തു, വിളിച്ചറിയിച്ചു, സാർ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബ്രേക്കിൻ്റെ പാഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് മാറ്റണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവർ വളരെ നല്ല രീതിയിലുള്ളൊരു സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. നല്ല ബിഹേവിങ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പിന്നെ 15,000 കിലോമീറ്ററിനുള്ളിൽ ചേതക്കൊരു നല്ല വാഹനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കംപ്ലൈൻറ്റ് 1-2 പ്രാവശ്യം വന്നിരുന്നു, അത് അവർ കറക്റ്റും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ EV ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റായിട്ട് ഓരോ വാഹനങ്ങൾ ഒരു ഫേമസ് കമ്പനി ഒരു കാലത്ത് ഇന്ത്യയിൽ EVയുടെ വലിയ രീതിയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്കറിയാം. സർവീസ് കിട്ടാതെ
2-3 മാസങ്ങളൊക്കെ സർവീസ് സെൻ്ററുകളിൽ കെട്ടിക്കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പം അതൊന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ 2 ഹവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പകുതിയാകുമ്പോഴേക്കും നമുക്ക് സർവീസ് ചെയ്ത് നമ്മളെ അറിയിക്കുന്നു. നമുക്കതിന് കൃത്യമായ മെസ്സേജ് അടക്കം ഫോണിൽ വരിക എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക്കിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം ആ കാര്യത്തിൽ ഞാൻ 100% സംതൃപ്തനാണ്. സർവീസ് കാര്യത്തിൽ ബജാജ് ചേതക്കിൻ്റെ വാഹനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ബജാജിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. യൂസർ എക്സ്പീരിയൻസിലും നല്ലൊരു വാഹനം തന്നെയാണ്. ഇതുവരെയായിട്ടും എനിക്ക് ബാറ്ററിയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ മേജറായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ 1-2 പ്രാവശ്യം 15,000 കിലോമീറ്ററിനുള്ളിൽ വന്നെന്നല്ലാതെ മേജറായിട്ടുള്ള ഒരു പ്രോബ്ലവും വന്നിട്ടില്ല. വന്നാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് തരാറുമുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കുറേ പേര് എൻ്റെ ഇതിന് മുമ്പിട്ട 2 വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് ബജാജിൻ്റെ വാഹനത്തെക്കുറിച്ച് മോശമായി കമൻറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു അനുഭവം മോശം അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഈ 2 പ്രാവശ്യം അത് സോൾവ് ചെയ്ത് തന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ തോന്നുന്നു ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചതിന് ശേഷം ഞാനൊരു 6,000 കിലോമീറ്ററോളം 6,000-7,000 കിലോമീറ്റർ ഒരു 4,000 കിലോമീറ്ററോളം ഓടി. അപ്പം ഇതുവരെയായിട്ട് ഒരു ഇഷ്യൂ പോലും അതിനിടയിൽ വന്നിട്ടില്ല. യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വണ്ടി കാണിച്ചിട്ടില്ല. അപ്പം എനിക്ക് അനുഭവപ്പെടാത്തത് ഞാൻ പറയേണ്ട കാര്യമില്ല. അനുഭവപ്പെട്ടത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അപ്പം ഇനി അങ്ങോട്ടേക്ക് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനവുമായിട്ട്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങളും നിങ്ങളുടെ വാഹനം ഏതാണ്, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.